ഈ വടക്കേന്ത്യയിൽ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ആർക്ക് വോട്ട് ചെയ്താലും അത് BJPക്ക് പോകും. ഇപ്പോൾ കേരളത്തിൽ കാസർഗോഡും അങ്ങനെ സംഭവിച്ചു എന്നാണ് ഒരു പ്രചാരണം. വളരെ പെട്ടെന്ന് വ്യാപകമായി അവിടെ മോക്ക് പോൾ നടത്തിയപ്പോൾ ചെയ്യുന്ന വോട്ടെല്ലാം BJPക്ക്, താമരയ്ക്ക് പോയി എന്നാണ് മനോരമ ഉൾപ്പെടെ, ഏഷ്യാനെറ്റ് ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളിലും വാർത്ത വന്നു. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അതിനെ വളരെ പെട്ടെന്ന് അതിശക്തമായി നിഷേധിച്ചു. വ്യാജ വാർത്തയാണെന്ന് പറഞ്ഞു. രാവിലെ തുടങ്ങിയ വിവാദം ഉച്ചയോടെ അവസാനിച്ചു. പക്ഷേ പതിവ് പോലെ ഇന്നലെ വൈകിട്ടും കേരളത്തിലെ ജനങ്ങളെ വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കുന്ന മീഡിയ വണ്ണിലെ ഔട്ട് ഓഫ് ഫോക്കസ് ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്. എന്നിട്ട് വലിയ ആശങ്ക, ഇതുവരെ വടക്കേ ഇന്ത്യയിൽ മാത്രം ഉണ്ടായിരുന്ന ആ പ്രതിഭാസം ഇതാ കേരളത്തിലും വന്നിരിക്കുന്നു. കേരളത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി 1-2 മണ്ഡലങ്ങളിൽ ഈ അട്ടിമറി നടക്കും. ഇത് നിയമവിരുദ്ധമല്ലേ? ഇത് വടക്കേ ഇന്ത്യയിൽ മാത്രമായിരുന്നില്ല ആ പ്രതിഭാസം. തെക്കേ ഇന്ത്യയിൽ, കർണാടകയിലും ആ പ്രതിഭാസം ഉണ്ടായിരുന്നു. അത് അവിടുത്തെ EVM എന്ന് വെച്ചാൽ ഒരു തെരഞ്ഞെടുപ്പിൽ എല്ലാ വോട്ടും BJPക്ക് പോകും, അടുത്ത് വന്നു കഴിയുമ്പോൾ കോൺഗ്രസ്സിന് പോകും, വീണ്ടും BJPക്ക് പോകും, വീണ്ടും കോൺഗ്രസ്സിന് പോകും. പെൻഡുലം പോലെ ഇങ്ങനെ ഒരു സ്വഭാവം കർണാടകയിൽ. അപ്പോൾ തെക്കേ ഇന്ത്യയിൽ അതുകൊണ്ട്. വടക്കേ ഇന്ത്യയിൽ മൊത്തം BJPക്ക് തന്നെ പൊക്കോണ്ടിരിക്കുകയാണ്. തെക്കേ ഇന്ത്യയിൽ ഇതിങ്ങനെ പെൻഡുലം പോലെ ആടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ വടക്കേ ഇന്ത്യ പോലെ ഇവിടെ ആയിരിക്കുന്നു. ഈ ഫുളിഷ്നെസ്, അബ്സല്യൂട്ട് ഫുളിഷ്നെസ് ആണെന്ന് ഇൻസ്റ്റൻറ്റേനിയസ്ലി ഇലക്ഷൻ കമ്മീഷൻ്റെ വക്കീൽ മനീന്ദർ സിംഗ് സുപ്രീം കോടതിയിൽ സബ്മിറ്റ് ചെയ്തു. കാരണം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായിട്ട് ജിഹാദി പ്ലസ് അർബൻ നക്സൽസ് അവരുടെ ആ കൂട്ടുകെട്ട് വളരെ ശക്തിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ വളരെ വേഗം അറസ്റ്റ് ചെയ്യപ്പെട്ടത്. വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞും അയാളെ അറസ്റ്റ് ചെയ്യാമായിരുന്നു. സുനിൽ ആലോചിച്ച് നോക്കൂ, ഒരു പൊളിറ്റീഷ്യനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്കൊരു സിമ്പതി കിട്ടും എന്ന് സാമാന്യ ബുദ്ധി എല്ലാവർക്കും ഉണ്ടല്ലോ. എന്നിട്ടും ഒരു റിസ്ക് എടുത്ത് അരവിന്ദ് കെജ്രിവാളിനെ അകത്തിട്ടത് ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടക്കും എന്നുള്ള ഭയത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെയും അട്ടിമറിക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റെല്ലാ ശ്രമവും പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് EVMൻ്റെ ശ്രമം. ഇതൊക്കെ പാരലായിട്ട് നടക്കുന്നത്. എത്ര കേസുകളാണ് EVMൻ്റെ വന്നതെന്ന് അറിയാം. ഇത്തവണ ഈ കേസ് വന്നപ്പോൾ ഫസ്റ്റ് സുപ്രീം കോടതി ചോദിക്കുന്നത് 6 മാസം കൂടുമ്പോൾ EVM എന്ന് പറഞ്ഞു വരും. എന്താ വാറ്റ് ഈസ് മാറ്റർ? അല്ല, നോട്ടീസെങ്കിലും അയച്ചാൽ മതി. ബിക്കോസ് ദേ വാണ്ട് ടു കീപ് ദ ക്രെഡിബിലിറ്റി ഓഫ് EVM അണ്ടർ സസ്പീഷൻ എവറി ടൈം. ഇതത്ര ശരിയല്ല എന്ന് ജനങ്ങളിൽ ഒരു ഇമ്പ്രഷൻ ഉണ്ടാക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഈ കള്ളവാർത്തയും സംഗതിയൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ മോക്ക് പോൾ, ഞാൻ അവരുടെ വാദം സ്വീകരിക്കുകയാണ് വാദത്തിന് വേണ്ടിയിട്ട്. മോക്ക് പോളിൽ എല്ലാ വോട്ടും BJPക്ക് പോയി. എന്തിനാണ് മോക്ക് പോൾ നടത്തുന്നത്? ഇതിങ്ങനെ പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. വെദർ ദ മെഷീൻസ് ആർ ഫങ്ഷനിങ് പ്രോപ്പർലി എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ മോക്ക് പോൾ നടത്തുന്നത്. അല്ലെങ്കിൽ മോക്ക് പോളിൻ്റെ ആവശ്യം എന്താ? ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്തും ഈ കുഴപ്പം പറ്റി. മോക്ക് പോൾ ചെയ്തു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ മോക്ക് പോളിൻ്റെ വോട്ട് എറൈസ് ചെയ്തില്ല ഇതിൻ്റെ മെമ്മറിയിൽ. അപ്പോൾ എന്ത് ചെയ്തു? ഫൈനൽ പോളിങ് നടക്കുമ്പോൾ എക്സ്ട്രാ ആയിട്ട് ഇത് കിടക്കുന്നു, ടാലി ആവുന്നില്ല. നമ്മൾ ഏജൻറ്റുമാർ ബുക്കിൽ എഴുതുന്നതും ഇതിൽ വരുന്നതും തമ്മിൽ ടാലി ആവുന്നു. ഫൈനലി ഇത് കണ്ടുപിടിച്ചു, ഈ മോക്ക് പോളിൻ്റെ ഡാറ്റ അതിൽ നിന്ന് എറൈസ് ചെയ്തിരുന്നില്ല. അത് എറൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ടാലിയായി. ഈ എവറിത്തിങ് ഈസ് പ്രൊവൈഡഡ് ഇൻ ദ സിസ്റ്റം. ഈവൻ ഇഫ് ദർ ഇസ് എ മിസ്റ്റേക്ക്, ആ മിസ്റ്റേക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്യാനുള്ള സംവിധാനവും ഈ EVMലുണ്ട്. EVM ആദ്യം 2009 കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞപ്പോൾ സുബ്രഹ്മണ്യൻ സ്വാമിയാണ് ഈ ഇഷ്യൂ റേസ് ചെയ്യുന്നത്. 2010 ഡൽഹി ഹൈക്കോടതിയിൽ. അതിനു മുമ്പ് ഒരു പ്രിപ്പറേറ്ററി മീറ്റിംഗ് 2 ദിവസത്തെ മദ്രാസിൽ നടന്നിരുന്നു. ഞാനും ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ പ്രശാന്ത് ഭൂഷൺ ആവശ്യപ്പെടുന്ന കാര്യം അന്നവിടെ ഒരു തീരുമാനം പോലെ വന്നു. അതിനെ എതിർത്തത് ഞാനായിരുന്നു. എന്നുവെച്ചാൽ ഈ വോട്ടിംഗ് മെഷീനിൽ നിന്ന് VVPAT, അന്ന് VVPAT എന്നുള്ള പേര് വന്നില്ല, സം തിങ് ഷുഡ് ബി ദെയർ, അതിൽ നിന്നൊരു സ്ലിപ്പ് പുറത്തു വരണം. ആ സ്ലിപ്പിന് അവർ VVPAT എന്നല്ല റെസീപ്റ്റ് എന്നാണ് പറഞ്ഞത്. കാരണം IT ആക്ട് അനുസരിച്ച് നമ്മളൊരു ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ എ റെസീറ്റ് ഈസ് ടു ബി ഇഷ്യൂഡ്.
ഇപ്പോൾ എ ടി എമ്മിൽ നമ്മൾ പൈസ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു റെസീപ്റ്റ് വരും. റെസിപ്റ്റ് ട്രാൻസാക്ഷൻ വേണോ വേണ്ടത് നമ്മൾ ചോദിക്കും. വേണോ വേണ്ടതെന്ന് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിയമം അനുസരിച്ച് അത് മാൻഡേറ്ററി ആണ്. എന്നിട്ട് അവർ പറയും വി കനോട്ട് ഇഷ്യൂ എ റെസീപ്റ്റ്, ഷാൽ വി കണ്ടിന്യൂ ഓർ നോട്ട്, കണ്ടിന്യൂ നമ്മൾ അടിക്കും, കാരണം നമുക്ക് രസീത് വേണ്ട. അപ്പോൾ എന്തായി, ലീഗലി ബാങ്ക് സേഫായി. അങ്ങേര് പറഞ്ഞിട്ടാണ് ഞങ്ങൾ രസീത് കൊടുക്കാഞ്ഞത്. അതുകൊണ്ടാണ് ഈ എസ് ഓർ നോ, ഡു യു വാണ്ട് എ റെസീറ്റ് എന്നൊക്കെ പറഞ്ഞ് വരുന്നത്. ഇതുകൊണ്ടാണ്, കാരണം ഈ റൂള് കംപ്ലൈ ചെയ്യാനും. ഇതേ റൂളാണ് സ്വാമി ഈ EVM കൊണ്ടുവന്നത്. പുള്ളി പറഞ്ഞു ഇറ്റ് ഇസ് ആൻ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ, ഐ മസ്റ്റ് നോ എൻ്റെ വോട്ട് എവിടെ പോയി എന്ന് എനിക്കറിയാനൊരു അവകാശമുണ്ട്. പോയത് ഞാൻ വോട്ട് ചെയ്തതിനാണോ. അപ്പോൾ ഫൈനലി ഹി ഫെയിൽഡ് ഇൻ ഡൽഹി ഹൈക്കോർട്ട്. അപ്പീലുമായിട്ട് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി ഇതിലിടപെട്ട് ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് അയച്ചു. ഒരുപാട് ഇലക്ഷൻ കമ്മീഷൻ വാസ് വെരി ഓപ്പൺ കേട്ടോ. അന്നും വളരെ ഷാർപ്പ് അറ്റാക്കും സംഗതിയൊക്കെ ഉണ്ടായി. അപ്പോൾ അന്ന് ഈ ചർച്ചയിൽ അവർ സജഷൻ കൊണ്ടുവന്നത് ഈ സ്ലിപ്പ് ഇയാൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം വോട്ടർക്ക്, ആസ് എ പ്രൂഫ് ദാറ്റ് ഞാൻ കോൺഗ്രസ്സിന് വോട്ട് ചെയ്ത് ആ കൈപ്പത്തി ചിഹ്നം ഇരിക്കുന്നു. അത് തെർമൽ സെൻസിറ്റീവാണ്, ഒരു 6 മാസം വരെ ഇരിക്കും, അത് കഴിഞ്ഞ് മങ്ങിപ്പോകും. അപ്പോൾ ഇതിങ്ങനെ കൊടുക്കുന്നത്, ഞാൻ ഈ ഡിസ്കഷനുള്ള ആളല്ല. ഡിസ്കഷനിൽ ഒരു 2ാം നിരയുണ്ട് പുറകിലിരിക്കുന്ന ആളുകൾ. അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇൻ്റർഫിയർ ചെയ്യരുത്. അപ്പം ഞാൻ ഇൻ്റർഫിയർ ചെയ്യരുതെന്ന് പറഞ്ഞെങ്കിലും ഇതൊരു ഡേഞ്ചറസ് സാധനമാണെന്ന് തോന്നിയുകൊണ്ട് ഞാൻ എണീറ്റ് അങ്ങ് ഇൻ്റർഫിയർ ചെയ്തു. ഞാൻ പറഞ്ഞു ഇതിങ്ങനെ സ്ലിപ്പ് കൊടുത്തു വിട്ടത് കേരളത്തിൽ കൊലപാതകം നടക്കും. കണ്ണൂർ ജില്ലയിൽ BJPക്ക് വോട്ട് ചെയ്ത് പുറത്തിറങ്ങുന്നവനെ അപ്പം വെട്ടിക്കൊല്ലും. പുറത്ത് ആൾ നിൽക്കും, സ്ലിപ്പ് കൊണ്ടുപോടാ, സ്ലിപ്പ് നോക്കട്ടെ, ഇവൻ്റെ ഇരിക്കുന്ന താമരയുടെ സ്ലിപ്പാണ്, തട്ടിക്കളയും അവർ. അപ്പോൾ നമ്മുടെ ഗോപാലസ്വാമിയൊക്കെ ഉണ്ട്, റിട്ടയർഡ് CEC. അവർ നെറ്റി ചൊളിഞ്ഞിട്ട് പറഞ്ഞു, സി ഡോണ്ട് റേസ് ട്രിവിയൽ ഇഷ്യൂസ് ഹിയർ, ദാറ്റ്സ് എ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ടു ബി ഹാൻഡിൽ ബൈ പോലീസ്. ബട്ട് ഭാഗ്യത്തിന് മോനു നാലപ്പാട് ഈ കമ്മിറ്റിയിലുണ്ട്. മോനു നാലപ്പാട് മലയാളിയാണ്. മോനു നാലപ്പാട് ഞാൻ പറഞ്ഞു മനസ്സിലായി. മോനു പറഞ്ഞു നോ 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 യു ഡോണ്ട് നോ ദ സിറ്റുവേഷൻ ഇൻ കേരള, ഹി ഹാസ് റേസ്ഡ് എ വാലിഡ് പോയിന്റ്, അതുകൊണ്ട് അത് കൊടുത്തു വിടാൻ പറ്റില്ല, കൊടുത്തു വിട്ടാൽ അപകടമാണ്. അങ്ങനെയാണ് ഇതൊരു പെട്ടിയിലേക്ക് വീഴാൻ തീരുമാനിച്ചത്. ഡിസ്പ്യൂട്ട് വന്നാൽ പെട്ടി എണ്ണി നോക്കാമെന്ന് തീരുമാനിച്ചത്. ഈ വിധി 2013 സുപ്രീം കോർട്ടിൻ്റെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയുണ്ട്. അതിനു മുമ്പ് ഇവരെല്ലാമായിട്ട് കൺസൾട്ട് ചെയ്തിരുന്നു. എവറി പൊളിറ്റിക്കൽ പാർട്ടി ആ വിധിയിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പിൽക്കാലത്ത് നമ്മുടെ കേരള ഗവർണറായ P. സദാശിവം, അദ്ദേഹത്തിൻ്റെ വിധിയാണ് കൂടെയുള്ള ജഡ്ജി, എനിക്ക് ഓർമ്മയില്ല. അവരാണ് ഇത് എല്ലാവർക്കും നോട്ടീസ് അയച്ചു, എല്ലാവരുടെ അഭിപ്രായം വാങ്ങിച്ചു. ഓൾ റെക്കഗ്നൈസ്ഡ് ആൻഡ് രജിസ്റ്റേർഡ് പാർട്ടീസ്, രജിസ്റ്റർ ചെയ്തവരും അംഗീകാരമുള്ളവർ, ഈ 2 കൂട്ടത്തിൽപ്പെട്ടവരെയും വിളിച്ചു. ഇവരെല്ലാം അന്ന് EVMൻ്റെ കൂടെ സന്തോഷമായിട്ട് നിന്നു. മാത്രമല്ല ഈ VVPAT എന്ന് പറയുന്ന പെട്ടി അനാവശ്യമാണെന്ന്, ഇത് ഈ സുബ്രഹ്മണ്യൻ സ്വാമിക്ക് വട്ടാണെന്നും ഒക്കെ പറഞ്ഞ ടീമാണിത്. അന്നത്തെ പത്രങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ മതി. ഇത് കഴിഞ്ഞ് വീണ്ടും ഇത് ടാമ്പർ ചെയ്യാമെന്ന് പറഞ്ഞ് ബഹളമുണ്ടായി. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു പ്ലീസ് കം ഹിയർ, ഇത് ടാമ്പർ ചെയ്ത് കാണിക്കുക. നോബഡി വെൻറ്റ് എക്സെപ്റ്റ് ആപ്പ്. കേജ്രിവാളിൻ്റെ ആൾക്കാർ പോയി, ഇവർ പറഞ്ഞു ടാമ്പർ ചെയ്തോ. അവർ പറഞ്ഞു ഞങ്ങളിത് വീട്ടിൽ കൊണ്ടുപോകാം. വീട്ടിൽ കൊണ്ടുപോയി ടാമ്പർ, വീട്ടിൽ കൊണ്ടുപോയാലും ആർക്കും എന്താ ചെയ്യാൻ മേലത്, ഇത് തുറന്ന് ഇളക്കിയെടുത്ത് പിടിച്ചൊക്കെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടെ വെച്ച് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾക്ക് ഈ ആർക്ക് വോട്ട് ചെയ്താലും BJPക്ക് പോകുന്നു, BJPക്ക് വോട്ട് ചെയ്താൽ കോൺഗ്രസ്സിന് പോകുന്നു ഒന്ന് കാണിക്കും, ചെയ്ത് കാണിക്കും. ഇതേ കുഡ് നോട്ട്. ഇപ്പോൾ ഈ ഫോൾസ് സാധനമായിട്ട് സുപ്രീം കോടതി പിന്നെ പ്രശാന്ത് ഭൂഷണൊക്കെ എണീറ്റ് നിൽക്കുമ്പോൾ ഒരു നോട്ടീസൊക്കെ അയച്ചു. അനുകൂലമല്ല, ബട്ട് അയാളുടെ സ്റ്റേച്ചർ കൊണ്ട് അത് ശരി ഒന്ന് കൺസിഡർ ചെയ്യുന്നേ ഉള്ളൂ. ഇവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും പകുതിയേ അത് സാധിച്ചിട്ടുള്ളൂ. ജനങ്ങൾക്കിടയ്ക്ക് ഒരു സംശയം ഉണ്ടാക്കുക. ഇപ്പോൾ മോദി ജയിക്കുമെന്ന് ഏകദേശം ഉറപ്പായി. അപ്പോൾ ഇവരുടെ തോൽവിക്ക് സമാധാനം പറയുന്നത് എങ്ങനെയാണ്? ഞങ്ങൾ പണ്ടേ പറഞ്ഞില്ല പോയി എന്ന്. ഇപ്പം ഞാൻ സുനിലിനോട് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു, വിജയിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാൻഡിഡേറ്റാണ് ML അശ്വിനി.
ആ കാര്യത്തിൽ എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് ആയി. കാരണം കാസർഗോഡാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ആർക്ക് വോട്ട് ചെയ്താലും ബി ജെ പി അത് ഒരു കള്ളവാർത്ത ഇങ്ങനെ പ്രചരിപ്പിച്ച് നിർത്തുക. സോ ദാറ്റ് നാളെ ML അശ്വിനി ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനൊരു സാധനമുണ്ട്. വോട്ട് ചെയ്യുന്ന മുഴുവൻ ബി ജെ പി നമ്മളെന്ത് ചെയ്യാനാന്നൊക്കെ പറഞ്ഞിട്ട് ആ പാവം അധ്വാനിച്ച് നേടിയ വോട്ട് കള്ളവോട്ടാണെന്ന് ഇവന്മാർ പറഞ്ഞ് പരത്തിക്കുക. എന്താണെങ്കിലും എനിക്കതിൽ കൂടുതൽ സന്തോഷം തോന്നിയത് ഇറ്റ് ഈസ് ഓൾ ദ മോർ ഇൻഡിക്കേഷൻ ദാറ്റ് അശ്വിനി ഈസ് ഗോയിങ് ടു വിൻ. അതുകൊണ്ടാണ് ഇത് കാസർഗോഡ് പൊട്ടിപ്പുറപ്പെട്ടതും എല്ലാം ബി ജെ പിക്ക് പോയി. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എല്ലാം കോൺഗ്രസിനും പോകണ്ടേ? ഒരു മെഷീൻ ഫോൾട്ടി ആണെങ്കിൽ എപ്പോഴും ഒരു സൈഡിലേക്ക് ഫോൾട്ട് വരുന്നത് എല്ലാം ബി ജെ പിക്ക് വേണ്ടി സെറ്റ് വെച്ചിരിക്കുന്നതാണെങ്കിലോ ആണെങ്കിൽ ബി ജെ പിക്ക് വേണ്ടി സെറ്റ് ചെയ്തൊരു മെഷീൻ പരിശോധിക്കാനായിട്ട് പബ്ലിക്കിന് കൊടുക്കുക, ബാക്കി പാർട്ടികൾ കൊടുക്കില്ലല്ലോ. ഞെക്കുമ്പോൾ തന്നെ ഇതെല്ലാം അങ്ങോട്ട് പോകും. അതെ, അതോടെ പൊളിഞ്ഞു. ഇത് പൊളിയുമല്ലോ. പക്ഷെ വേറൊരു കാര്യം ടി ജി, ഇപ്പോൾ രാഹുൽ ഗാന്ധി പോലും EVM-നെതിരെ പറഞ്ഞു. പക്ഷേ ഇന്ത്യയിലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും മാനിഫെസ്റ്റോയിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ബാലറ്റിലേക്ക് തിരിച്ചു പോകുമെന്ന് പറയുന്നുമില്ല. പറയാൻ സാധ്യമല്ല എന്ന്. കാരണം ഈ EVM കൊണ്ടുവന്നത് തന്നെ അവരാണ്. 1982 ഇലക്ഷനോ മറ്റോ ആണ്. നമ്മളെ വടക്കംപറവൂരാണ് ആദ്യം ചില ബൂത്തുകളിൽ AC ജോസും ശിവൻപിള്ളയും അത് ഇലക്ഷൻ പെറ്റീഷനായിട്ട് ആ ഇലക്ഷൻ ക്യാൻസൽ ചെയ്തു. കാരണം റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് അമെൻഡ് ചെയ്യാതെയാണ് EVM കൊണ്ടുവന്നത്. അതിനകത്ത് ബാലറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിയമത്തിൽ, സെക്ഷൻ 66. പിന്നെ സെക്ഷൻ 66A കൂടെ വെച്ച് നിയമം അടുത്തൊരു ഇതും കൂടെ വെച്ചിട്ടാണ് EVM-നെ കൂടെ അത് ചേർത്തിട്ട് പിന്നെ EVM ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഞാൻ വോട്ട് ചെയ്യുന്നത് 99 ഇലക്ഷനിലോ മറ്റാണ് ആദ്യമായിട്ട് EVM വോട്ട്. പ്രോഗ്രസീവായി ഇതിന് പൈസ ഒരുപാട് വേണമല്ലോ, പ്രോഗ്രസീവായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബട്ട് അതിനുശേഷം ഈ എൻജിനീയർമാരായ ഞാനടക്കമുള്ളവർ ഒരുപാട് ഇതിനെപ്പറ്റി സംശയം പറഞ്ഞിരുന്നു. കാരണം എന്നൊരു ഒച്ച കേൾക്കും, പിന്നെ നമ്മുടെ വോട്ട് എവിടെ പോയി എന്ന് ട്രേസ് ചെയ്യാൻ നിർവാഹമില്ല. ഒരു തെരഞ്ഞെടുപ്പ് കേസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് വോട്ട് ചെയ്തവർ ഇത്രയാണെന്ന് എനിക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. അത്രയില്ല മോഹൻദാസേ, ഇത് ഇത്രയേ ഉള്ളൂ എന്നെ ബോധ്യപ്പെടുത്താൻ എന്താ മാർഗം? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ആര് ജയിച്ചു എന്ന് പ്രഖ്യാപിക്കൽ മാത്രമല്ല, തോറ്റവന് താൻ തോറ്റു എന്ന് ബോധ്യപ്പെടുത്തലും കൂടെയാണ്. തോറ്റവൻ കൂടെ ചേർന്നതാണ് ജനാധിപത്യം. തോറ്റവൻ എന്ന് പറഞ്ഞാൽ അവൻ വേണ്ടാത്തവന് നടത്തിയില്ല. ലക്ഷക്കണക്കിനായ ആൾക്കാർ അവനും വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ബോധ്യപ്പെടുത്തണ്ടേ? ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഇത് വന്നത്. വാസ്തവത്തിൽ ഇത് ചൂടാവാനൊരു കാര്യം, ഒരു സംശയമാണ്. 2009 EVM-ൽ കൃത്രിമം കാണിച്ചാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നത് എന്ന് ഞങ്ങൾ കുറേയധികം പേര് ഉറച്ചു വിശ്വസിച്ചു. ഒരു 90 സീറ്റിലെങ്കിലും EVM-ൽ കൃത്രിമം കാണിച്ചിട്ടുണ്ട്. ബട്ട് EVM-ൽ കൃത്രിമം കാണിച്ചു എന്ന് പറഞ്ഞ് കോടതിയിൽ പോയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആൻ ഇലക്ഷൻ പെറ്റീഷൻ. അല്ല, ഇതിപ്പോൾ തൊടാൻ പറ്റാത്തൊരു സാധനമാണെങ്കിൽ എങ്ങനെ അക്കാലത്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ആയിരുന്നില്ല അന്ന്. ഇപ്പോൾ VVPAT-ഉം കൂടെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പം ചെയ്തിരിക്കുന്നതെന്നറിയാമോ? ഈ ബാലറ്റ് യൂണിറ്റ്, സെൻട്രൽ യൂണിറ്റ്, VVPAT, ഈ 3 ഇതാണ് ഘടകങ്ങളാണ്. ഇതിലേതെങ്കിലും സുനിൽ തുറക്കാൻ ശ്രമിച്ചു എന്ന് വെച്ചോ, തുറക്കാൻ ശ്രമിച്ചാൽ മതി, ജസ്റ്റ് അൺസ്ക്രൂ ചെയ്യുക. ഇതിങ്ങനെ നമ്മൾ ഇതിൻ്റെ IC-യും ചിപ്പും ഒക്കെ വെച്ചിരിക്കുന്ന സാധനം, അതൊരു പെട്ടിക്കകത്ത്, അതിനൊരു അടപ്പ്, എന്നിട്ട് ഈ ബട്ടൺ സംഗതിയൊക്കെ ആയിട്ട് ഈ സാധനം നമ്മൾ തുറക്കാൻ ശ്രമിച്ചാൽ ആ ഡാറ്റ വാനിഷ് ആവും. കംപ്ലീറ്റ് റീപോളിങ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ്. ഇതിനിടയ്ക്കൊരബദ്ധം കൂടെ സുനിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആദ്യം ഈ വോട്ട് ചെയ്യുന്നത് ഒരു ആ ബട്ടൺ താഴ്ന്നായിരിക്കുന്നത്. ഒരു പ്ലേറ്റ് പോലെ ഇങ്ങനെ വന്നിട്ട് അതിൽ കട്ടാണ്, ഇങ്ങനെ പച്ച ബട്ടൺസ് ഇങ്ങനെ വയ്ക്കും. ഈ ബട്ടൺ നമ്മൾ ഞെക്കുന്നു, പ്ലേറ്റ് ഇങ്ങനെ തന്നെ നിൽക്കും, ബട്ടൺ ഞെക്കും, എന്ന് ഒച്ച കേൾക്കും, ചുമന്ന ലൈറ്റ് തെളിയും, നമ്മൾ ഹാപ്പി ആയിട്ട് പോകും. ഇതിൽ ചെയ്യാൻ തുടങ്ങിയതെന്ന് വെച്ചാൽ ഈ ബട്ടൺ ഞെക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു 50 പൈസയുടെ കോയിൻ അതിൽ ഉടക്കി വയ്ക്കും. ബട്ടൺ പൊങ്ങും, ബട്ടൻ്റെയും പ്ലേറ്റിൻ്റെ ഇടയ്ക്ക് 50 പൈസയുടെ കോയിൻ ഇരിക്കും. അടുത്ത ആൾ വരും. എല്ലാ ഇന്ത്യക്കാർക്കും ഒരു സ്വഭാവമുണ്ട്, ഒരു കോയിൻ ഇതിൽ ഉടക്കിയിരുന്നു കഴിഞ്ഞാൽ അത് തോണ്ടിയെടുക്കുക. തോണ്ടിയെടുക്കാൻ നേരത്ത് ഈ ബട്ടൺ താഴും ഓട്ടോമാറ്റിക്കലി അവിടെ ഒട്ടും. കാരണം നമുക്കിതിൻ്റെ ഒരു സാധനം നമ്മൾ 2 എണ്ണത്തിൻ്റെ ഇടയിൽ നിന്ന് എടുക്കണമെങ്കിൽ
ഒന്ന് പ്രസ് ചെയ്താണല്ലേ വലിക്കുന്നത്. അപ്പോൾ ഈ ഒറ്റ വിരൽ കൊണ്ട് ഇത് തോണ്ടി ഇങ്ങനെ വലിക്കാൻ നോക്കുമ്പോൾ ബട്ടൺ വോട്ട് ചെയ്യാക്ക് പോകും. ഈ പരിപാടി ചെയ്തുകൊണ്ട് അപ്പോൾ ഇപ്പോൾ അവരെന്ത് ചെയ്തു? ഇല്ല, കാരണം ഈ പ്ലേറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ പ്രൊജക്റ്റഡ് ആയിട്ടാണ് ബട്ടൺ നിൽക്കുന്നത്. സോ യു കനോട്ട് മാനിപ്പുലേറ്റ് ഇറ്റ്. സി വാട്ട് എഫേർട്ട് ഹാസ് ബിൻ ടേക്കൺ ബൈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ പോകുന്നു, വോട്ട് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതെ, ഈ 90s ഈ പറഞ്ഞ ടാമ്പർ ചെയ്തു എന്ന് പറഞ്ഞ സാധനം അല്ല. അല്ല, നത്തിങ്. ടാമ്പർ ചെയ്തു എന്ന് പറഞ്ഞ് കോടതിയിൽ പോകാൻ പറ്റില്ല എന്ന്. അതല്ലേ ഈ ടാമ്പർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇലക്ഷൻ പെറ്റീഷനാണ്. പിന്നെ ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആര് ടാമ്പർ ചെയ്തു, അവിടുത്തെ സ്ഥാനാർത്ഥി വരട്ടെ. പൊതു താല്പര്യ ഹർജി സാധ്യമല്ല, നിൽക്കില്ല. പൊതു താല്പര്യ ഹർജി ഈ ടെക്നിക്കൽ ഡിഫക്റ്റ് ടാമ്പറബിൾ ആണിത് എന്ന് പറഞ്ഞിട്ട് വേണം പോകാൻ. ടാമ്പർ ചെയ്തു എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കേസായി. ടാമ്പറബിൾ എന്ന് പറഞ്ഞാൽ പൊതു താല്പര്യ ഹർജി, അത് പ്രൂവ് ചെയ്യണം. അല്ല, ഏതായാലും ഇപ്പം എല്ലാം കഴിഞ്ഞ് 19ാമത്തെ അടവെന്ന് പറയുന്ന പോലെ ഇപ്പോൾ EVM-ൻ്റെ പേരിലാണ് ഒരു സ്കാൻഡലും ഒരു കേസും ഉണ്ടാക്കി പ്രതിപക്ഷം നേടാൻ ശ്രമിക്കുന്നത്. അല്ല, EVM-ൻ്റെ ക്രെഡിബിലിറ്റി ഇല്ലാതെയാക്കുക, EVM ഇല്ലാതെയാക്കുക അവരുടെ ഉദ്ദേശം. അതെ, അതുകൊണ്ടാണ് EVM-ൻ്റെ ക്രെഡിബിലിറ്റി ഇല്ലാതെയാക്കുക. അപ്പോൾ പിന്നെ മോദി ജയിച്ചതിന് സമാധാനമായി. ഒന്നും പറയാനില്ല. അങ്ങേർക്ക് ജനപിന്തുണ EVM കിട്ടിയതല്ലേ. അതിപ്പോൾ ഇപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് EVM ഉള്ള കാലത്തോളം. നമ്മുടെ റിപ്പോർട്ടർ ചാനലിൽ നികേഷ് എപ്പോഴും പറയാറുണ്ടല്ലോ, EVM സഹായിച്ച് മോദി ജയിക്കും എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ EVM ഇല്ലെങ്കിൽ അധികാരത്തിൽ വരാൻ പോകുന്നത് ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുജന ശക്തികളായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരവസ്ഥ. പരസ്യം കണ്ടില്ലേ, ഇടതുപക്ഷത്തിൻ്റെ ശബ്ദം ഡൽഹിയിലില്ലെങ്കിൽ ഇന്ത്യയില്ല. പിണറായിയുടെ ഒരു പടമൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ഉദ്ദേശിച്ചിട്ടാണ് ഇന്ത്യ. ആ സാധനം അല്ലെങ്കിൽ തന്നെ ഇല്ല. അതില്ല. ഇടതുപക്ഷം ഡൽഹിയിൽ വന്നാലും വന്നില്ലെങ്കിൽ ആ സാധനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിൻ്റെ കഥ. ഇപ്പം തന്നെ ഈ ഇന്ത്യ മുന്നണി എവിടെയുണ്ട് എന്ന് പറഞ്ഞ്, ബീഹാറിലുണ്ടോ, ബംഗാളിലുണ്ടോ, ഇവിടെയുണ്ടോ, തമിഴ്നാട്ടിലുണ്ടോ? തമിഴ്നാട്ടിൽ DMK അയാൾ 1-2 സീറ്റ് വിധിച്ചു കൊടുക്കും. അത് മുന്നണിയാണോ? മമത ഒന്നും തരില്ല നിൽക്കുന്നു. അങ്ങനെയല്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാൽ 2 പിടിയുന്നു, അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്. എവിടെ ഈ സാധനം എവിടെയുള്ളത്? ആപ്പുമായിട്ട് അറസ്റ്റിലായി കഴിഞ്ഞപ്പോൾ ആപ്പ് പറഞ്ഞു ഒരു 2 സീറ്റ് പഞ്ചാബിൽ തരാമെന്ന് പറഞ്ഞു. ഡൽഹിയിൽ കൊടുക്കുകയൊന്നുമില്ല, പഞ്ചാബിൽ 2 സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഡോമിനൻ്റ് പാർട്ടി ആരാണോ അയാൾ വലിച്ചെറിയുന്ന എല്ലിൻ കഷ്ണം തിന്നുന്നു. അതിന് ഇന്ത്യ മുന്നണി എന്ന് പേര്. മധ്യപ്രദേശിൽ ഇന്ത്യ മുന്നണിയുണ്ടോ? ഇല്ല. ഉത്തർപ്രദേശ് ഇല്ല. രാജസ്ഥാനിലുണ്ടോ? ഇല്ല. കോൺഗ്രസ് ഇത് തന്നെ ചെയ്യുന്നത്. ഏകപക്ഷീയമായിട്ട് അവർ സീറ്റ് അങ്ങ് അനൗൺസ് ചെയ്തു. അപ്പോൾ രാജസ്ഥാനിൽ ഒരു CPM MLA ഒക്കെ വരാറുണ്ട് ഇടയ്ക്ക് രാജസ്ഥാനിൽ. അപ്പോൾ CPM കരഞ്ഞു, എന്താടാ. അപ്പം ഒരു സീറ്റ് അത് അസംബ്ലി വരുമ്പോൾ നോക്കാം. ലോക്സഭാ സീറ്റോ? രാജസ്ഥാനിലെ ലോക്സഭാ സീറ്റിൻ്റെ വലിപ്പം എന്താണെന്ന് വിചാരം. കേരളത്തേക്കാൾ വലിപ്പമുണ്ട് രാജസ്ഥാനിലെ ഒരു ലോക്സഭാ സീറ്റ്, ബാർമർ. ഇറ്റ് ഈസ് ബിഗർ ദാൻ കേരള. ആ രാജസ്ഥാനിൽ കിടന്നാണ്. ഏത് മണ്ഡലമാണ്? ബാർമർ. BARMA. ഏത് ഭാഗത്താണ്? രാജസ്ഥാൻ്റെ മരുഭൂമി ഭാഗത്താണ്. മോസ്റ്റ് ഇത് വേക്കൻ്റാണ്, ആളില്ല. സ്ഥലമുണ്ട്, പക്ഷേ ഇൻഹാബിറ്റൻസ് വേണ്ടേ, ആൾ വേണ്ടേ. അപ്പോൾ ആ സ്ഥലം എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു മണ്ഡലമാക്കി. മണ്ഡലത്തിൻ്റെ വിസ്തീർണം കേരളത്തെക്കാൾ വലുതാണ്. ഏതായാലും EVM നാടകം വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. കോടതി അതിനൊട്ടും അനുകൂലമല്ല. കോടതി തന്നെ അത് തീർപ്പാക്കിക്കൊള്ളും. കോടതി അത് തീർപ്പാക്കേണ്ടതാണ്. കോടതി ഇതുപോലത്തെ ഈ സംശയങ്ങൾ വെച്ച് ഉള്ള കളികൾ അവസാനിപ്പിക്കണം. ഇനി ഒരു പെറ്റീഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കവളമടലിന് അടിച്ച് പുറത്താക്കണം. കോസ്റ്റ് അടിക്കേണ്ടതാണ്. അത് കോടതിയിൽ നിന്നുണ്ടാവുമെന്ന് കരുതാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.